തിരുവനന്തപുരത്ത് വിദേശ മലയാളിയുടെ 6 കോടിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ വ്യവസായി അനിൽ തമ്പി പിടിയിലായി. ചെന്നൈയിൽ നിന്നാണ് അനിലിനെ പിടികൂടിയത്. പ്രതിമാസങ്ങളായി ഒളിവിലായിരുന്നു. കേസിൽ കോൺഗ്രസ് നേതാവ് മണികണ്ഠൻ അടക്കം 3 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ജോൺ വിശദാംശം നൽകും. സിജോ, എന്തായിരുന്നു ഈ ഭൂമി തട്ടിപ്പ് കേസ്? ഇതിലിപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം കടന്നത്? ഒരു വിദേശ മലയാളിയാണ് ഡോറ അസ്രിയ. ഡോറ അസ്രിയയ്ക്ക് തിരുവനന്തപുരം കവടിയാറ് 10 സെന്റ് ഭൂമിയും വീടും ഉണ്ടായിരുന്നു. 6 കോടിയോളം രൂപ വില വരുന്ന വസ്തുവായിരുന്നത്. ഇത് അതിനടുത്ത് താമസിച്ചിരുന്ന അനിൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഡോറയോട് ചോദിക്കുന്നു ഈ ഭൂമി വിൽക്കാമോ എന്ന്. പക്ഷെ ഡോറ പറയുന്നു തന്നെ വിൽക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് ഇനി ഡോറ നാട്ടിലേക്ക് വരില്ല എന്നൊരു കണക്കുകൂട്ടലിൽ ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി അനിലിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നത്. അങ്ങനെ മറ്റാളുകളുടെ സഹായം തേടി ഈ ഡോറയുമായി രൂപസാദൃശ്യമുള്ള മറ്റൊരു വനിതയെ കണ്ടെത്തുന്നു. അവരുടെ മകൾക്ക് ഇഷ്ടദാനം കൊടുത്തതായി രേഖകൾ ഉണ്ടാക്കുന്നു. അതിനുശേഷമാണ് ഈ ഭൂമി ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആൾക്ക് മറിച്ചു വിൽക്കുന്നത്. അത് പിന്നീട് അനിലിലോട്ട് കൈമാറ്റം ചെയ്യാനായിരുന്നു ഇവർ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷെ പിന്നീട് ഈ ഡോറയുടെ ബന്ധു ഇവിടെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ കരമടയ്ക്കാൻ എത്തിയപ്പോഴാണ് ആ ഡോറയുടെ കൈവശമല്ല ആ ഭൂമി എന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇവർ അത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ ബന്ധുവാണ് പോലീസിൽ പരാതി നൽകുന്നത്. അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയിരുന്നത്. ഈ അനിലാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇയാളെ അന്വേഷണ സംഘം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഡോറയുമായി രൂപസാദൃശ്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അങ്ങനെ കൊണ്ടുവന്ന ഒരു സ്ത്രീ, അവരുടെ മകൾ, അങ്ങനെ 2 പേരാണ് ഈ കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത്. അതിനുശേഷമാണ് ഈ ചന്ദ്രസേന ഉൾപ്പെടെയുള്ള ആളിലേക്ക് അന്വേഷണം പോകുന്നത്. കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് മണികണ്ഠനാണ് ഇത്തരത്തിൽ വ്യാജരേഖ തയ്യാറാക്കുകയും ഇത് ഒപ്പിടാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള പോകുന്നത്. ഇയാളെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു.